സഖ്യം ശ്ലോമോ പുത്രൻ ദൈവം കുഞ്ഞാടിനെയാശ്ചര്യം തന്മടിയിൽ താരോ ലീച്ചാൾ ഘോരാഗ്നി പ്രഭയും തീഷ്ണ ജ്വാലയുമേശായിവാൻ ഈശൻ വീര്യത്താലവളെ താങ്ങി ക്രോബേ ദൂധരഥ തിന്മേൽ ഏറിയിടുന്നോനെ ഏറ്റാൾ പാർക്കുമോ. എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ആശംസിക്കുന്നു. ഹായ് ബ്രദർ വിനു, ഗ്ലാഡിസൺ മാത്യു, നൈനാൻ അബ്രഹാം, സുനിൽ വർഗീസ് പൈഡി, ഷിജു തോമസ്, ബിനോയ് ജോസഫ്, ബിജോയ് വർഗീസ്, ബിജു PDAKL, റോബിൻ ജോൺ, ജിജി എബ്രഹാം, ഹായ് ജീജ, EJ ജോസഫ്, സാബു തോമസ്, വർഗീസ് പോൾ സാജൻ, എല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് രണ്ട് സന്തോഷമാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഒന്നാമത്തെ സന്തോഷം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനമാണ്. സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെ നമ്മുടെ പിതാക്കന്മാർ, രാജ്യത്തിന്റെ ശില്പികൾ ഒന്നിച്ചു നിന്ന് പോരാടുകയും അങ്ങനെ നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് വരികയും നമ്മുടെ രാജ്യം ഒരു റിപ്പബ്ലിക്കായി മാറുവാൻ ഇടയായതിന് അവരുടെ ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ നാം സ്മരിക്കുകയും നാം ഒരു രാജ്യം, ഒരൊറ്റ ഇന്ത്യ, ഒരൊറ്റ ജനത എന്നുള്ള നിലയിൽ നാം നമ്മുടെ രാജ്യത്തിന്റെ അഖണ്ഡതയിൽ സന്തോഷിക്കുകയും ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. അതുപോലെ തന്നെ എല്ലാ അപ്പോസ്തോലിക സഭകൾക്കും സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഇന്ന് എല്ലാവരും ശൂനോയ പെരുന്നാൾ കൊണ്ടാടുകയായിരുന്നല്ലോ. പരിശുദ്ധ കന്യാമറിയാമിന്റെ വാങ്ങിപ്പ് ഓർക്കുകയും പ്രിയ അമ്മയുടെ പ്രാധാന്യം എന്തൊക്കെയാണ് എന്ന് കഴിഞ്ഞ 15 ദിവസം വിവിധ നിലയിൽ നമ്മളൊക്കെ ചിന്തിച്ചു, ധ്യാനിച്ചു. 15 നൊയമ്പ് നമ്മളെല്ലാവരും എടുത്തു. നമ്മുടെ ആത്മീയ മനുഷ്യനെ ഒരിക്കൽ കൂടെ ബലപ്പെടുത്തുവാൻ
വലിയവനായ ദൈവം സഹായിച്ചു. കണ്ടാലും സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുമെന്ന് പരിശുദ്ധ അമ്മ കന്യമറിയാം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറഞ്ഞതായ ആ പ്രഖ്യാപനം എല്ലാ അപ്പോസ്തോലിക സഭകളും ഏറ്റെടുത്തു. അവർ എല്ലാവരും ഒന്നിച്ച് പരിശുദ്ധ അമ്മയെ ഓർത്തു. കണ്ടാലും സകല തലമുറകളും ഭാഗ്യവതി എന്നെ വാഴ്ത്തും എന്ന് പറയുമ്പോൾ വരും തലമുറയിൽപ്പെട്ട ഒരു അംഗമായി തീർന്ന എനിക്കും പരിശുദ്ധ അമ്മയുടെ അവദാനങ്ങളെ കുറിച്ച് പാടുവാനും അതിനെക്കുറിച്ച് മറ്റുള്ളവരോട് ഷെയർ ചെയ്യുവാനും ഒക്കെയും ഉണ്ടായതായ അവസരത്തെയായിട്ടും ഞാൻ നന്ദിയുള്ളവനായിരിക്കുന്നു. നമ്മളെ എല്ലാവരെയും ഒന്നിച്ചു നിർത്തുന്ന ആ വലിയ ഘടകം എന്ത് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചിന്തിച്ചു. എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ നാം ഓർക്കണമെന്നും പരിശുദ്ധ അമ്മയുടെ എന്തുകൊണ്ട് നമ്മുടെ കുർബാനയിൽ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് അമ്മയുടെ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മുടെ കുർബാന ആരംഭിക്കുന്നുവെന്നും പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ കുർബാനയുടെ മധ്യേ എന്തുകൊണ്ട് പ്രഘോഷിക്കുന്നു എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച എൻ്റെ ലൈവിലൂടെ ഞാൻ പറഞ്ഞിരുന്നു. മറ്റ് നമ്മുടെ സുഹൃത്തുക്കളായ അനേകര് ഈ വിഷയത്തെക്കുറിച്ച് എല്ലാ ദിവസവും ക്ലാസ്സുകൾ എടുത്തു. അവരുടെ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തവർക്ക് ഒക്കെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഇന്ന് നമ്മുടെ ചിന്തയിലേക്ക് ഞാൻ കൊണ്ടുവരുവാൻ ഉദ്ദേശിക്കുന്നതായ വിഷയം അപ്പോസ്തോലിക സഭകളിലെ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനം എന്നതിനെ കുറിച്ചാണ്. അപ്പോസ്തോലിക സഭകളിലെ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനം. ഇന്ന് അപ്പോസ്തോലിക സഭയായ കത്തോലിക്ക സഭയിൽ പ്രൊട്ടസ്റ്റന്റ് സ്വാധീനം ഒരു ചെറിയ അളവിൽ കാണുവാനുണ്ട്. അപ്പോസ്തോലിക സഭയായ യാക്കോബയ സഭയിൽ പ്രൊട്ടസ്റ്റന്റിന്റെ സ്വാധീനം ചെറിയ അളവിൽ കാണുവാനുണ്ട്. അപ്പോസ്തോലിക സഭയായ ഓർത്തഡോക്സ് സഭയിൽ പ്രൊട്ടസ്റ്റന്റിന്റെ സ്വാധീനം ചെറിയ അളവിൽ കാണുന്നുണ്ട്. അതുപോലെ തന്നെ മാർത്തോമാ സഭയിലും പ്രൊട്ടസ്റ്റന്റിന്റെ സ്വാധീനം വലിയ അളവിൽ കാണുന്നുണ്ട്. ബാക്കിയിടത്ത് ചെറിയ അളവെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ ഇടയിൽ ഇത് ഇച്ചിരി കൂടുതലാണ്. അറിഞ്ഞോ അറിയാതെയോ ഞങ്ങളുടെ ജനങ്ങളിൽ ഒരു വിഭാഗം ചിന്തിച്ചു വച്ചിരിക്കുന്നു, നവീകരണം എന്ന് വെച്ചാൽ പഴയതായി ഉണ്ടായിരുന്ന എല്ലാത്തിനെയും പറിച്ചെടുത്ത് കളഞ്ഞേച്ച് പുതിയ ചിലതിനെ അഡോപ്റ്റ് ചെയ്യുന്നത് ആണ് നവീകരണം എന്നാണ് പലരും ധരിച്ചു വച്ചിരിക്കുന്നത്. ആ ധാരണയുടെ പുറത്ത് നിന്നുകൊണ്ട് നൂറ്റാണ്ടുകളിലൂടെ 1-ാം നൂറ്റാണ്ട് മുതൽ സഭാപിതാക്കന്മാർ പ്രതിസന്ധിയുടെയും പ്രതികൂലത്തിന്റെയും നടുവിൽ തീ അക്ഷരമാക്കി തീയിൽ ജീവിച്ചുകൊണ്ട് തീയോട് പടപൊരുതിക്കൊണ്ട് തീയായി എഴുതി തന്ന ആ ലിറ്റർജിയിൽ നിന്ന് പലരും വിട്ടുമാറുന്നു. ആ ലിറ്റർജിയെ കുറിച്ച് ഉള്ള ധാരണയില്ലാത്തവരായി തീരുന്നു. ആ ലിറ്റർജിയിലുള്ള പലതും ചിലർക്ക് അംഗീകാരത്തിന് യോഗ്യമായി തോന്നുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള വലിയ മിസ്റ്റേക്കുകൾ ഇന്ന് അപ്പോസ്തോലിക സഭകളിന്മേൽ കാണുന്നു. നമ്മുടെ യൂട്യൂബ് തുറന്നു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സഭകളുടെയും പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് വെസ്റ്റേൺ തിയോളജിയാണ്. പ്രത്യേകാൽ ഞാൻ അംഗമായിരിക്കുന്ന മാർത്തോമാ സഭയിലെ എൻ്റെ കൂടപ്പുറപ്പുകൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, സഭ ഉണ്ടാക്കിയിരിക്കുന്നത് ബൈബിൾ എന്ന അടിസ്ഥാനത്തിന്മേലല്ല. എന്താണ് ബൈബിൾ എന്ന് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയാതെ പോകുന്നതായ ഭാഗം, ബൈബിൾ എന്നാൽ ഒരു മഹാസംഭവമാണ്. ബൈബിൾ എന്നാൽ സമ്പൂർണമാണ്. ബൈബിൾ എന്നാൽ നമ്മൾ ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടി ഉള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രം എഴുതി വച്ചിരിക്കുന്ന ഒന്നാണ്.
ബൈബിൾ എന്നാൽ അതിൽ മാത്രമേ വിശ്വസിക്കാവൂ, അതിൽ പറഞ്ഞിരിക്കുന്നത് മാത്രമേ ആചരിക്കാവൂ, അതിനകത്ത് തെളിവുള്ളത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ ചിന്തിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ എല്ലാ അപ്പോസ്തോലിക സഭകളിലും കയറിക്കൂടി എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഒരു തിരുമേനിയും പ്രസംഗിക്കുന്നത് കണ്ടു. ബൈബിൾ ഇല്ലാത്തതൊന്നും പാടില്ല എന്ന് ഒരു ഓർത്തഡോക്സിലെ തിരുമേനിയാന്ന് തോന്നുന്നു. ഒരു പെന്തക്കോസ് വേദികളിലൊക്കെ അത് എടുത്തിട്ട് ഷെയർ ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടു. ബൈബിൾ കുറിച്ച് പലരും ചിന്തിക്കുന്നത് യഹോവേ നിന്റെ വചനം എന്നേക്കും സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നു എന്നുള്ള ഭാഗം പറഞ്ഞിരിക്കുന്നത് ഈ 66 പുസ്തകത്തെ സ്വർഗത്തിൽ എടുത്തു വെച്ചിരിക്കുന്നു എന്നാണ്. വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ ആ വചനം എന്ന് പറയുന്നത് ഈ 66 പുസ്തകങ്ങൾ അടങ്ങിയ അല്ലെ 72 പുസ്തകങ്ങൾ അടങ്ങിയ ഈ ബൈബിൾ ആണ് എന്നാണ് പല മണ്ഡശിരോമണികളും ധരിച്ചു വെച്ചിരിക്കുന്നത്. ദൈവം ന്യായം വിധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പുസ്തകം ബൈബിൾ ആണ് എന്ന് തെറ്റായ ധാരണ അപ്പോസ്തോലിക സഭകളുടെ ഇടയിൽ കടന്നുകൂടിയിരിക്കുന്നതുകൊണ്ടാണ് ഈ കാണപ്പെടുന്നതായ സകലവിധ അലിക്കുലുത്ത് ചിന്തകളും ഈ കാണപ്പെടുന്ന അനാവശ്യ സഭകളും ഈ കാണപ്പെടുന്ന അനാവശ്യ ചിന്താഗതികളും ഒക്കെ ഉണ്ടായി തീർന്നതിന്റെ കാരണം ബൈബിൾ അലോൺ എന്നുള്ളതായ ചിന്തയാണ്. വെസ്റ്റേൺ തിയോളജി മുമ്പോട്ട് വെക്കുന്ന എല്ലാ ചിന്തകളും ഈസ്റ്റിന്റെ തിയോളജിക്ക് നേരെ എതിരായിട്ടുള്ളതാണ്. അവരുടെ ഒന്നാമത്തെ ചിന്തയാണ് ബൈബിളാണ് അവരുടെ ആധികാരികത എന്നുള്ളത്. ഇവർ ആവിർഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈസ്റ്റിന്റെ ആളുകൾ ചോദിച്ചു, അല്ലെ അപ്പോസ്തോലിക സഭകളുടെ ആളുകൾ ചോദിച്ചു, നിങ്ങളുടെ ആധാരം എന്താണ്? ഞങ്ങളുടെ ആധാരം സഭയാണ്, ഞങ്ങളുടെ ആധാരം ഞങ്ങളുടെ ലിറ്റർജിയാണ്. അവർക്ക് എടുത്തു കാണിക്കുവാനായിട്ട് ഒന്നുമില്ല. അന്ന് അവർ പൊക്കിപ്പിടിച്ചതായ ഭാഗമാണ് ഞങ്ങളുടെ ആധാരം ബൈബിളാണ് എന്ന്. ഒരു കാര്യം മനസ്സിലാക്കണം, ബൈബിളിൽ മാത്രമെങ്കിൽ ബൈബിൾ വെച്ചുകൊണ്ട് ഒരിക്കലും തൃത്വത്തെ തെളിയിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ തൃത്വ സഭയല്ല. ബൈബിൾ മാത്രം വെച്ചുകൊണ്ട് ഈ പറയപ്പെട്ടതായ ഉപദേശങ്ങൾ ഒന്നും സ്ഥാപിക്കുവാൻ കഴിയത്തില്ല. കാരണം സഭ കാലാകാലങ്ങളിൽ തുടർന്നു വന്നതായ പാരമ്പര്യങ്ങള്, സഭ തുടർന്നു വന്ന ഓരോരോ ആചാര മര്യാദകള് 1-ാം നൂറ്റാണ്ട് മുതൽ മുമ്പോട്ട് വന്നിരിക്കുന്നു. അതിന്റെ എഴുതപ്പെട്ടതായ പാരമ്പര്യമാണ് ബൈബിൾ. അതിന്റെ എഴുതപ്പെടാത്തതായ പാരമ്പര്യമാണ് സഭയുടെ ആചാരങ്ങൾ, സഭയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാതെ ബൈബിൾ അലോൺ എന്ന് പറഞ്ഞ് പൊക്കിപ്പിടിച്ച് ഇത് പൂർണ്ണമാണെന്ന് പറഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളായ ചില പെന്തക്കോസ് സഹോദരങ്ങൾ മുസ്ലിങ്ങളുടെയുമായിട്ട് സംവാദത്തിന് പോയി അവരെ 8 നിലയ്ക്ക് വലിച്ചു കീറി കൈ കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. മാറി ഇങ്ങോട്ട് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര വിജയമായിരുന്നു എന്ന് പറയെങ്കിലും നിഷ്പക്ഷമായിട്ട് നാം ചിന്തിച്ചാൽ അതിനെ വിലയിരുത്തുമ്പോൾ അത് വലിയൊരു പരാജയമായിരുന്നു. യുക്തിവാദികളുടെ അടുക്കൽ കൊണ്ടുവന്ന് നമ്മുടെ പെന്തക്കോസ്റ്റൽ സുഹൃത്തുക്കൾ അവരുമായി വാദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യുക്തിവാദികൾ എടുത്തിട്ട് കിളക്കുകയാണ് ഇവരെ. വെസ്റ്റേൺ തിയോളജി അനുസരിച്ച് യുക്തിവാദികളുടെ ചോദ്യത്തിന് ഒരു കാരണവശാലും ബൈബിളിൽ നിന്ന് വെസ്റ്റേൺ തിയോളജിക്കാർ മുമ്പോട്ട് വെക്കുന്ന ബൈബിൾ ആശയങ്ങളിൽ നിന്ന് മറുപടി കൊടുക്കുവാൻ കഴിയത്തില്ല. ഇവർ മുമ്പോട്ട് വെച്ചതായ ഒന്നാമത്തെ ആശയമാണ് ബൈബിൾ അലോൺ എന്നുള്ള ഭാഗം. അത് കഴിഞ്ഞിട്ട് അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്നതായ ഭാഗം അവരുടെ രക്ഷാസിദ്ധാന്തമാണ്. രക്ഷ എന്ന് പറയുന്നത്
അവിടെ രക്ഷാ സിദ്ധാന്തത്തെ കഴിഞ്ഞ മുമ്പ് ചെയ്ത 2 ലൈവിൽ എന്താണ് രക്ഷ എന്നതിനെ കുറിച്ച് ഞാൻ 2 ലൈവ് ചെയ്തിരുന്നു. അതിനകത്ത് വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരത് കാണുന്നത് നന്നായിരിക്കും. രക്ഷ എന്നാൽ അവരുടെ വാദമനുസരിച്ച് രക്ഷിക്കപ്പെടണം എന്നുള്ളവർ, രക്ഷിക്കപ്പെട്ടവർ മാത്രമേ സ്വർഗത്തിൽ പോകത്തുള്ളൂ, കർമാചാരങ്ങൾ കൊണ്ട് സ്വർഗത്തിൽ പോകത്തില്ല. അപ്പൊ യാതൊരു കർമ്മത്തിനും ഒരുവനെ സ്വർഗത്തിൽ വിടാൻ കഴിയത്തില്ല എന്നൊരു വാദമാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. എന്നാൽ അവരുടെ ചിന്ത പ്രകാരം ഒരുവൻ സ്വർഗത്തിൽ പോകണമെങ്കിൽ രക്ഷിക്കപ്പെടുക എന്നുള്ള ഒരു കർമ്മം അവർ നിർവഹിക്കണം, സ്നാനപ്പെടുക എന്ന കർമ്മം നിർവഹിക്കണം. കർമ്മമില്ല എന്ന് പറയുകയും കർമ്മത്തിലൂടെ മാത്രമേ മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്ന് പറയുകയും ചെയ്യുന്ന, പിന്നെ തുടർന്നുള്ള അവരുടെ ജീവിതം കർമ്മത്തിലൂടെ ആയിരിക്കണം. ഇവർ പറയുന്നതായ കുറച്ച് കർമ്മ ഭാഗങ്ങളുണ്ട്. തൊടരുത്, പിടിക്കരുത്, നോക്കരുത്, കാണരുത്, മണക്കരുത്, പറയരുത്, ഇങ്ങനെയുള്ളതായ കുറെ അരുതരുതുകളുണ്ട്. ഇങ്ങനെയുള്ള കർമ്മങ്ങളും അനുഷ്ഠിച്ചു എങ്കിൽ മാത്രമേ അവർ പറയുന്നതായ സ്വർഗത്തിൽ പോകുവാൻ കഴിയത്തുള്ളൂ. ഇങ്ങനെ പരസ്പര ബന്ധമില്ലാത്ത ചില രക്ഷാസിദ്ധാന്തം. എന്നാൽ ഈസ്റ്റിന്റെ തിയോളജി പറയുന്നു സകല മനുഷ്യർക്കും കർത്താവ് രക്ഷ തന്നിരിക്കുന്നു. ഞാൻ ആ ബൈബിൾ വചനങ്ങളൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കണ്ടെച്ചാൽ മതി. എല്ലാവർക്കും രക്ഷ. അവിടെ ജാതിയെന്നോ മതമെന്നോ വർണ്ണമോ എന്നോ വ്യത്യാസമില്ലാതെ യേശു ക്രിസ്തു കാൽവറി ക്രൂശിന്മേൽ നിർവഹിച്ചത് അത് റീസ്റ്റോറേഷൻ ആയിരുന്നു. മുൻപ് പാപത്താൽ മാറ്റപ്പെട്ടു പോയതായ, ഡിസോർഡറിലായി പോയതായ മാനവരാശി, പ്രകൃതി, പ്രപഞ്ചം, ഇതിന്റെ റീസ്റ്റോറേഷൻ ആണ് കാൽവറി ക്രൂശിന്മേൽ നടന്നത് എന്ന് നമ്മുടെ സഭകൾ പഠിപ്പിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ വെസ്റ്റേൺ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റിന്റെ അടുത്ത തുറുപ്പുകുലാനാണ് അവരുടെ എസ്കറ്റോളജി, അവരുടെ ഭാവികാല ശാസ്ത്രം. അവരുടെ ഭാവികാല ശാസ്ത്രപ്രകാരം കർത്താവ് ഇങ്ങനെ കാഹളമൊക്കെ ആയിട്ട് മേളി വരും, അവരെല്ലാം കൂടി ഇങ്ങനെ മേളി പോവും. അവിടെ ഇങ്ങനെ കുറച്ചുനാള് വിവസ്ത്രരായി ഇങ്ങനെ മധ്യാകാശത്ത് നിൽക്കും. അത് കഴിയുമ്പോൾ ഭൂമിയിൽ വരും. അങ്ങനെ ഭൂമിയിൽ വരും. അപ്പൊ 7 വർഷം ഭൂമിയിൽ അവര് മധ്യാകാശത്ത് ഇരിക്കുമ്പോൾ അന്തിക്രിസ്തു എന്ന് പറഞ്ഞൊരു പുള്ളി ഇവിടെ എല്ലാം അടിച്ചു നിരത്തി പൂട്ടി റെഡിയാക്കും. അപ്പൊ ഇവർക്ക് അവിടെ വെച്ച് കുറച്ച് ഇവരുടെ കല്യാണമൊക്കെ അവിടെ വെച്ച് നടക്കും. ഇവർക്ക് പ്രതിഫലവും കിരീടവും ഒക്കെ കിട്ടും. പിന്നെ ഭൂമിയിൽ വന്ന് 1000 വർഷം അവര് ഇവിടെ താമസിക്കും. അവരവിടെ ഇങ്ങനെ ഓരോരോ രാജ്യങ്ങളുടെയൊക്കെ അധിപതിയായിട്ടൊക്കെ ഇങ്ങനെ നിൽക്കും എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലൂടെ തെക്കോട്ടും വടക്കോട്ടും കുറെ പുള്ളികൾ നടപ്പുണ്ട്. ഇങ്ങനെയുള്ള അബദ്ധജടിലമായ കുറെ ഭാവികാല ചിന്തകൾ. നമ്മൾ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, വെളിപ്പാട് പുസ്തകത്തെ ആധാരമാക്കിയാണ് ഇവർ പല കാര്യങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം ത്തെക്കുറിച്ചുള്ള പഠനം ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വെളിപ്പാട് പുസ്തകം യോഹന്നാൻ എഴുതി അവസാനിപ്പിക്കുന്നത് ഇത് വരാൻ പോകുന്നതായ ഒരു ന്യായവിധി, അന്നുണ്ടായിരുന്നതായ ജനങ്ങളെ ഉദ്ബോധിപ്പിക്കുക എന്നുള്ളതായിരുന്നു. അത് നേർക്ക് നേരെ പറയുവാൻ കഴിയത്തില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തലപോല കാര്യങ്ങളാണ്. അതുകൊണ്ട് പല ആശയങ്ങളിലൂടെ, പല സംജ്ഞകളിലൂടെ, പല കോഡ് വാക്കുകളിലൂടെ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് മനസ്സിലാകുവാനായിട്ടുള്ള കാര്യമായിരുന്നു. ആ കാര്യം അന്ന് സംഭവിക്കാൻ പോകുന്ന ഇസ്രായേലിന്റെ തകർച്ച, ആലയത്തിന്റെ തകർച്ച, ആ സമയത്ത് സംഭവിക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു
വിവരണമാണ് വെളിപ്പാട് പുസ്തകത്തിൽ തന്നിരുന്നത്. എന്നാൽ ഇത് എവരെടുത്തു വെച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ഇനിയും നടക്കുവാൻ പോകുന്നതായ ഒരു കാര്യമാണ്. അക്ഷരീകമായി അതിനകത്തെ ഓരോ കാര്യങ്ങൾ 100% അലങ്കാരിക ഭാഷയിൽ പ്രയോഗിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് വെളിപ്പാട് പുസ്തകത്തിലുള്ളത്. ഇതിനെ പുറത്തേക്കെടുത്ത് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം എന്നുള്ള നിലയിലാണ് അവർ അതിനെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ഞങ്ങളുടെ വാർത്താമാക്കാര് നല്ലപോലെ വീണുപോയി എന്നുള്ളത് ദുഃഖകരമായ കാര്യമാണ്. ബൈബിൾ എന്താണെന്ന്, ബൈബിൾ എങ്ങനെ കിട്ടി, ആദ്യം അത് പറയാം. എങ്ങനെയാണ് ബൈബിൾ നമുക്ക് കിട്ടിയത്? പലരും ധരിച്ചു വച്ചിരിക്കുന്നത് ക്രിസ്തീയ സഭ ഉണ്ടായത്, നമ്മളിപ്പോ ആദ്യം ഒരു വീട് പണിയുകയാണ്. വീട് പണിയുന്ന ഉടനെ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഒരു പ്ലാൻ വരയ്ക്കും. എഞ്ചിനീയറെ കാണും, അല്ലെ ഒരു ആർക്കിടെക്റ്റിനെ കാണും. അദ്ദേഹം നമുക്ക് നമ്മുടെ ആഗ്രഹപ്രകാരം ഒരു പ്ലാൻ ഒക്കെ വരച്ചു തരും. അതിന് ചില കറക്ഷൻസ് ഒക്കെ വരുത്തി നമ്മളതിനെ മനോഹരമാക്കി ആ പ്ലാനും പ്രകാരം ഒരു കോൺട്രാക്ടറെ ഏൽപ്പിക്കുന്നു. ആ കോൺട്രാക്ടർ ആ പ്ലാൻ വെച്ചുകൊണ്ട് വീട് പണിയുന്നു. ഈ ഒരു ആശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മളിൽ പലരും ക്രിസ്തീയ സഭയെയും ബൈബിളിനെയും കാണുന്നത്. എന്റെ പൊന്നു സുഹൃത്തുക്കൾ മനസ്സിലാക്കേണ്ടത്, ബൈബിൾ വെച്ചുകൊണ്ടല്ല സഭ ആരംഭിച്ചത്. സഭ ആരംഭിച്ച് ആദ്യത്തെ 400 വർഷത്തിനടുക്കൽ ബൈബിൾ ഇല്ലായിരുന്നു. ധാരാളം പുസ്തകങ്ങളുണ്ട്, അതെല്ലാം കുത്തിക്കെട്ടി ആ കാലങ്ങളിൽ പലരും ഉപയോഗിച്ചിരുന്നു. എന്നാൽ കാനനൈസ് ചെയ്യപ്പെട്ടതായ ഒരു ബൈബിൾ ഇല്ലായിരുന്നു. അന്ന് ക്രിസ്തീയ സഭയിൽ 6000 പുസ്തകങ്ങളായിരുന്നു പ്രചരിച്ചിരുന്നത്. അതിൽ പത്രോസ് എഴുതിയ സുവിശേഷമുണ്ട്, അതില് അന്ത്രയോസ് എഴുതിയ സുവിശേഷമുണ്ട്. ഈ 12 അപ്പോസ്തല പിതാക്കന്മാരുടെയും പേരിൽ, യൂദാ ഒഴികെയുള്ള 12 അപ്പോസ്തോലിക പിതാക്കന്മാരുടെയും പേരിൽ, പൗലോസിനെയും കൂടെ കൂട്ടി പൗലോസിന്റെയും പേരിൽ, ബർന്നബാസിന്റെ പേരിൽ ഒക്കെ സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഇതുകൂടാതെ പൗലോസ് എഴുതിയെന്നും പത്രോസ് എഴുതിയെന്നും ഒക്കെയുള്ള പേരിൽ 100 കണക്കിനല്ല 1000 കണക്കിന് ലേഖനങ്ങൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം സഭയിൽ പ്രചരിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിനെല്ലാം കൂടെ വെച്ച് സഭ ആ സമയത്ത് അതിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ വാമൊഴിയായിട്ടാണ് അവരുടെ പ്രസംഗങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്നതായ ചില കാര്യങ്ങളുണ്ട്. യോഹന്നാൻ എഴുതിയ 2-ാം ലേഖനം 12-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. നിങ്ങൾക്ക് എഴുതുവാൻ പലതുമുണ്ട്, എങ്കിലും കടലാസും മഷിയും കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകേണ്ടതിന് നിങ്ങളുടെ അടുക്കൽ വന്ന് മുഖാമുഖമായി സംസാരിപ്പാൻ ആശിക്കുന്നു. എന്തുകൊണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ എല്ലാം പേരിൽ ആ കാലത്ത് തന്നെ ലേഖനങ്ങൾ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾ എഴുതി എന്നുള്ള പേരിലോ വരുന്ന എല്ലാ കാര്യങ്ങളും ഒന്നും കയ്യേക്കരുത്. ഇവർ ചെന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന വാമൊഴി പ്രകാരമായിരുന്നു. വാ കൊണ്ടാണ് അവർക്ക് അതിന് ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന, മുഖാമുഖമായിരുന്നു. 3 യോഹന്നാനിലും അദ്ദേഹം പറയുന്നുണ്ട്, എഴുതി അയപ്പാൻ, എന്റെ 13-ാമത്തെ വാക്യം, എഴുതി അയപ്പാൻ പലതും ഉണ്ടായിരുന്നു എങ്കിലും മഷിയും തൂവൽ കൊണ്ട് എഴുതുവാൻ എനിക്ക് മനസ്സില്ല. വേഗം നിന്നെ കാണുവാൻ ആശിക്കുന്നു. അപ്പോൾ നമുക്ക് മുഖാമുഖമായി സംസാരിക്കാം. ഇത് എഴുതുവാൻ ഇദ്ദേഹം ആർക്കുദ്ദേശിക്കുന്നോ അതിനു മുമ്പ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു 10 ലേഖനം അവിടെ ചെന്നിരിക്കും. ഇങ്ങനെയുള്ളതായ ഒരു കാലഘട്ടം, ആദ്യത്തെ ഒരു 300 വർഷം സഭ ഇപ്രകാരം കടന്നുപോയെങ്കിലും വാമൊഴിയായി ലഭിച്ച ആ
വചനങ്ങൾ എല്ലാവരുടെയും നാവിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെയുള്ള പുസ്തകങ്ങളെ ഒന്നും അവർ മൈൻഡ് ചെയ്തിരുന്നില്ല. എന്നാൽ അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ് പിതാവ്, അലക്സാണ്ട്രിയയിലെ അത്തനാസിയോസ് പിതാവിനെ അറിയാത്ത ചിലരെങ്കിലും കാണുന്നുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി പറയാം. അത്തനാസിയോസ് പിതാവാണ് നാം ഏറ്റുചൊല്ലുന്ന നമ്മുടെ വിശ്വാസ പ്രമാണം, നിഖ്യാ വിശ്വാസ പ്രമാണം എഴുതിയുണ്ടാക്കിയത്, അതിന് നേതൃത്വം നൽകിയത്. ആ കാലഘട്ടത്തിൽ അറിയൂസ് എഴുന്നേറ്റ് ഒരു വാദം കൊണ്ടുവരുന്നു. തൃത്വമില്ല, യേശുക്രിസ്തു മനുഷ്യൻ മാത്രമാണ്, പിതാവായ ദൈവം മാത്രമേ ഉള്ളൂ എന്നൊക്കെയുള്ള കുറെ വാദങ്ങൾ. എന്നാൽ 1-ാം നൂറ്റാണ്ട് മുതൽ സഭയെ തൃത്വത്തിലാണ് ആരാധിച്ചു വരുന്നത്. എന്നാൽ അറിയൂസിന്റെ ഈ വാദം വന്ന് റോമൻ പ്രോവിൻസുകളിലെല്ലാം വലിയ പ്രശ്നങ്ങളായി തീർന്നപ്പോ ചക്രവർത്തി തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ഒരു യോഗം വിളിച്ചു കൂട്ടുന്നു. അന്ന് പല സഭകളായി പിരിഞ്ഞില്ല, ക്രിസ്ത്യ സഭകളെല്ലാം ഒന്നാണ്. ഈ സഭകൾ ഒന്നിച്ചുകൂടി, ഈ സഭയുടെ നേതൃത്വം ഒന്നിച്ചുകൂടി നിഖ്യായിൽ ഒന്നിച്ചുകൂടുന്നു. അന്ന് അലക്സാണ്ട്രിയൻ സഭയുടെ ബിഷപ്പായിരുന്ന ബിഷപ്പ് അലക്സാണ്ടർ, പാത്രിയർക്കീസ് ആയിരുന്ന ബിഷപ്പ് അലക്സാണ്ടർ, അദ്ദേഹത്തിന്റെ കൈക്കാരനായി, അദ്ദേഹത്തിന്റെ ശുശ്രൂഷകളൊക്കെ ചെയ്യുവാനുള്ള ഒരു ശമ്മാശനായി ബിഷപ്പ് അലക്സാണ്ടറിനോടൊപ്പം, പാത്രിയർക്കീസ് ആയിരുന്ന അലക്സാണ്ടറിനോടൊപ്പം നിഖ്യായിൽ വന്ന ആളായിരുന്നു നാം എന്ന് പറഞ്ഞ അത്തനാസിയോസ്. അവിടെ വെച്ച് വാദപ്രതിവാദങ്ങൾ നടക്കുന്നു. ജനങ്ങളെല്ലാം അറിയൂസിന്റെ പക്ഷത്തേക്ക് ചേരുന്നു. ഇങ്ങനെ ഒരു അവസാന സമയമായിട്ട് ഇതിനൊരു പൂർത്തീകരണം വരാതിരുന്നപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അസാധ്യമായ ശക്തിയോടെ അത്തനാസിയോസിന്റെ മേലേക്ക് വരുന്നു. അത്തനാസിയോസ് എഴുന്നേറ്റ് അതിശക്തമായി തൃത്വത്തെ അവിടെ തെളിയിക്കുന്നു, തൃത്വത്തിനു വേണ്ടി വാദിക്കുന്നു. അത്തനാസിയോസിനെ കുറിച്ച് ഒരു വളരെ ശക്തമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. എല്ലാവരും അത്തനാസിയോസിനെതിരായ സമയത്ത് ചക്രവർത്തി, റോമൻ ചക്രവർത്തി അത്തനാസിയോസിനോട് പറയുന്നുണ്ട്, അത്തനാസിയോസേ, റോമൻ ചക്രവർത്തി അറിയാം, ഒന്ന് പറഞ്ഞ് രണ്ടിന് തലവെട്ടുക എന്നുള്ള കഠിന ഹൃദയരാണ് അവര്. ആ റോമൻ ചക്രവർത്തി അത്തനാസിയോസിനോട് പറയുന്നു, അത്തനാസിയോസേ, സകലരും നിനക്കെതിരാണ്. എന്നാൽ യുവാവായ അത്തനാസിയോസ് നെഞ്ചും പിരിച്ചു നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അത്തനാസിയോസ് കോൺട്രാ മുണ്ട്ര, അത്തനാസിയോസ് ലോകത്തിനെതിരാണ്. അങ്ങനെ അതിശക്തമായ നിലയിൽ അദ്ദേഹത്തോട് ചേർന്നിരുന്നവരും എഴുതി ഉണ്ടാക്കിയതായ ആ ക്രീഡാണ് നാം എല്ലാ ഞായറാഴ്ചയും ആരാധനയും വായിക്കുന്നത്, എല്ലാ നമസ്കാരങ്ങളിലും എല്ലാ ദിവസങ്ങളിലും വായിക്കുന്നത്. പിതാവായ സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിന്റെ സൃഷ്ടാവായ സത്യ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനുശേഷം യേശു ക്രിസ്തുവിനെ ഡിഫൈൻ ചെയ്യുന്നു, സഭയെ ഡിഫൈൻ ചെയ്യുന്നു, ശുദ്ധാത്മാവിനെ ഡിഫൈൻ ചെയ്യുന്നു, പ്രത്യാശയെ ഡിഫൈൻ ചെയ്യുന്നു. ഈ സംഭവം എഴുതി ഉണ്ടാക്കിയത് ബൈബിൾ എന്ന് പറഞ്ഞ്, സകലവും ബൈബിളാന്ന് പറഞ്ഞ് നമ്മൾ ഈ പൊക്കിക്കൊണ്ട് നടക്കുന്ന ഈ സാധനം ഉണ്ടാകുന്നതിന് മുമ്പാണ്. സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ ഉറച്ചത് ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പാണ്, അല്ലാതെ ബൈബിൾ വെച്ചുകൊണ്ടല്ല. ബൈബിൾ വെച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സ്ഥാപനമല്ല അപ്പോസ്തോലിക സഭകൾ. ഈ അത്തനാസിയോസ് പിതാവ് ഒരിക്കൽ തന്റെ ഒരു ഈസ്റ്റർ ദിന സന്ദേശത്തിൽ അദ്ദേഹം എല്ലാ സഭകൾക്കും അതിന്റെ നേതാക്കന്മാർക്കും, ഒന്ന് സഭ ഒന്നാണ്, നേതാക്കന്മാർക്കും എഴുതി അറിയിച്ച ഒരു കാര്യമാണ്, ഞാന് ഈ 6000-ഓളം വരുന്ന പുസ്തകങ്ങൾ ഒക്കെ വായിച്ചിട്ട് അതിൽ നിന്ന് ഒരു 27 പുസ്തകത്തെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്
ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ 27 പുസ്തകത്തെ കാനൈസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഇതാണ് തുടർന്ന് നമ്മൾ ഫോളോ ചെയ്യുവാനായിട്ട് നമ്മുടെ ഒരു സഭയുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഇത് ഒരു പുസ്തകമായിട്ട് കാനൈസ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം അറിയിച്ചു. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്നതായ പുസ്തകം 27 പുസ്തകം അടങ്ങിയ ബൈബിൾ ഉണ്ടാകുന്നത്. അല്ലാതെ ഒരു ബ്ലൂ പ്രിന്റ് എടുത്തിട്ട് ആ ബ്ലൂ പ്രിന്റ് വെച്ച് ഉണ്ടാക്കിയെടുത്തതല്ല നമ്മൾ ഇന്ന് കാണുന്ന ക്രിസ്തീയ സഭകൾ. ആ ബ്ലൂ പ്രിന്റ് വെച്ച് ഉണ്ടാക്കിയെടുത്തതല്ല യഥാർത്ഥ അപ്പോസ്തോലിക സഭ, കർത്താവിന്റെ സഭ എന്ന് പറയുന്നത്. പലരും പറയും, ആരെങ്കിലും ഈ പുസ്തകത്തോടെ നമ്മുടെ ആചാരമര്യാദകളൊക്കെ കാണുമ്പോൾ പലരും പറയുന്നതായ നമ്മളെ വിമർശിക്കുന്നവർ പറയുന്ന ഒരു കാര്യമുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു, ആരെങ്കിലും ഈ പുസ്തകത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർത്താൽ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സകലബാധ അവന് വരും എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. അങ്ങനെയെങ്കിൽ സകല ബാധകളും അനുഭവിക്കേണ്ട ആള് നമ്മുടെ അത്തനാസ്യോസ് പിതാവാണ്. കാരണം അദ്ദേഹമാണ് വെളിപ്പാട് പുസ്തകത്തോടുകൂടെ 26 പുസ്തകത്തെ കൂടെ കൂട്ടിച്ചേർത്തത്. പ്രൊട്ടസ്റ്റന്റ് സഭകൾക്ക് പറ്റിപ്പോയ പ്രശ്നം കോണ്ടസ്റ്റിൽ കാര്യങ്ങളെ മനസ്സിലാക്കാതെ കോണ്ടസ്റ്റ് വിട്ട് അക്ഷരത്തിലൂടെ സഞ്ചരിച്ചു എന്നുള്ളതാണ്. ഓരോ കാര്യങ്ങളും എഴുതുന്നതിന് ഒരു കോണ്ടസ്റ്റ് ഉണ്ടായിരുന്നു ബൈബിളിൽ. അവിടെ നടന്ന സംഭവങ്ങളെ കുറിച്ച് ഓരോ പുസ്തകങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ എഴുതിയിരിക്കുമ്പോൾ അതിനൊരു കോണ്ടസ്റ്റ് ഉണ്ട്. ആ കോണ്ടസ്റ്റ് വിട്ട് കളഞ്ഞിട്ട് അക്ഷരങ്ങളിലൂടെ യാത്ര ചെയ്തു. ആദ്യത്തെ 500 വർഷം വരെ സഭയിൽ ഒരു സംശയവും ഇല്ലായിരുന്നു. ആർക്കും സംശയവും ഇല്ല. എല്ലാവരും ഒന്നിച്ചു പോയി ആരാധിച്ച് തിരിച്ചു പോന്നിരുന്നു. 1500 വർഷം കഴിഞ്ഞപ്പോ കത്തോലിക്ക സഭയിലെ ഒരു പാതിരിക്ക് ഹാലിളക്കം ഉണ്ടായി. അയാളുടെ പേരാണ് മാർട്ടിൻ ലൂതർ. ഈ മാർട്ടിൻ ലൂതർ എന്നോട് ചിലർ ചോദിക്കാറുണ്ട്, ഞാൻ മാർട്ടിൻ ലൂതറെ കുറിച്ച് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്ന കലാപകാരി എന്നാണ്. അദ്ദേഹം എനിക്ക് പ്രത്യേകിച്ച് ദോഷവും ചെയ്തിട്ടൊന്നുമല്ല. പക്ഷേ ചെകുത്താൻ കുരിശ് കാണുന്നതും ഞാൻ മാർട്ടിൻ ലൂതറെ കാണുന്നതും ഒരുപോലെയാണ്. എന്റെ കാര്യം ഇത്രയേ ഉള്ളൂ. ഇന്ന് കാണുന്ന പെന്തക്കോസ് ഉൾപ്പെടെയുള്ള സകല അലുക്കുലുത്ത് സഭകൾ എന്ന പേരിൽ യേശുക്രിസ്തുവിന്റെ പേരിൽ തുടങ്ങാനുള്ള ആ കുടത്തിലെ ഭൂതത്തെ തുറന്നു വിട്ട മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇദ്ദേഹത്തിന്റെ വാഴ്ത്തിപ്പാടുന്നവർ പറയുന്നത് ഇദ്ദേഹം മുട്ടലഴിഞ്ഞു കിടന്നപ്പോൾ പെട്ടെന്ന് മനസ്സിലോട്ട് ഓർമ്മ വന്നു, എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, അങ്ങനെ അദ്ദേഹം അവിടെ നവീകരണമൊക്കെ തുടങ്ങിയെന്നാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നത്. ചെറുപ്പം മുതലേ വളരെ വികടായിട്ട് ജീവിച്ച് ആരെന്ത് പറഞ്ഞാലും അതിനെല്ലാം എതിരായിട്ട് ചിന്തിക്കുകയും ആരെന്ത് പറഞ്ഞാലും അതിനെല്ലാം എതിരായിട്ട് സംസാരിക്കുകയും ചെയ്ത് ഒരു വിപ്ലവകാരി സ്റ്റൈല് ജീവിച്ചു വന്നൊരു മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ബ്ലഡിൽ അടങ്ങിയിരിക്കുന്നതാണ് വിപ്ലവം. അങ്ങനെ ഒരു വിപ്ലവം അദ്ദേഹം ഉണ്ടാക്കി. അദ്ദേഹത്തോടൊപ്പം അനേകർ ചേർന്നു. അങ്ങനെ ബുദ്ധിമാനായ ഇദ്ദേഹം ബൈബിളിനെ പറ്റിയുള്ള ബൈബിൾ എലോൺ എന്നുള്ളതായ ഒരു ചിന്ത അദ്ദേഹം കൊണ്ടുവന്നു. അപ്പൊ നിങ്ങളുടെ അടിസ്ഥാനം ഏതാ? ഞങ്ങളുടെ അടിസ്ഥാനം സഭയാണ്, ഞങ്ങളുടെ അടിസ്ഥാനം ഞങ്ങളുടെ ലിറ്റർജിയാണ് എന്നൊക്കെ പറഞ്ഞപ്പോ ഇദ്ദേഹം ഒരു 5 ടൈപ്പ് സിദ്ധാന്തം കൊണ്ടുവന്നു. ഒന്നാണ് സോളാർ സ്ക്രിപ്ചർ, 2 സോളാർ ക്രിസ്റ്റോസ്, 3 സോളാർ ഫിഡെ, 4 സോളാർ ഗ്രേഷ്യോ, 5 സോളാർ ഗ്ലോറിയോ. അത് സോളാർ സ്ക്രിപ്ചർ എന്ന് പറയുന്നതാണ് ബൈബിൾ എലോൺ, ബൈബിൾ മാത്രം എന്നുള്ളതായ ഭാഗം. അങ്ങനെയാണ് ഇവർ ധരിച്ചത് ബൈബിൾ വെച്ചുകൊണ്ടാണ് ഇത് തുടങ്ങിയേക്കുന്നത് എന്ന്.
ഈ ഒരു ചിന്ത മലങ്കരയിൽ ഉള്ളതായ സഭകളുടെ ഇടയിലേക്ക് കാലങ്ങളിലൂടെ, പതിറ്റാണ്ടുകളിലൂടെ ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു. പല സഭകളുടെയും നേതൃത്വത്തിന്റെ ഇടയിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു. പല സഭകളിലെയും പട്ടക്കാരിലേക്ക് അത് ഇഞ്ചക്ട് ചെയ്യപ്പെട്ടു. ഭാഗികമായെങ്കിലും പലരും പ്രസംഗിക്കുന്നത് ഈ ഒരു 5 ടൈപ്പ് തിയറിയാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് കത്തോലിക്ക സഭയിലെ ചില ഗ്രൂപ്പുകളിൽ പരിശുദ്ധ കന്യാമറിയാമിനെ കുറിച്ചുള്ള ഭാഗം വരുമ്പോൾ പല പട്ടക്കാരും സ്കിപ്പ് ചെയ്യുന്നതായിട്ട് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ധൂവപ്രാർത്ഥനയെ നന്മറിഞ്ഞു പറയുന്ന ഭാഗം സ്കിപ്പ് ചെയ്യുന്നതായി പല ഓർത്തഡോക്സ് യാക്കോബ സഭകളിലും സംഭവം നടക്കുന്നുവെന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ ഓർത്തഡോക്സ് സഭ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. അവിടെ പിന്നെ ഒരു സെയിന്റ് മേരി ഫോബിയയാണ്. അവന് ലോകത്തുള്ള സകല എണ്ണത്തിന്റെ പേരിടും. സെയിന്റ് വിശുദ്ധന്മാരുടെ പേര്. സെയിന്റ് ലൂക്ക് ഉണ്ട്, സെയിന്റ് മാത്യു ഉണ്ട്, സെയിന്റ് മാർക്ക് ഉണ്ട്, പള്ളിയുടെ പേരുകളാണ്. പിന്നെ സെയിന്റ് പോൾസ് ഉണ്ട്. പിന്നെ ലോക്കൽ സഭകളുടെ ലോക്കൽ ഏരിയയിലുള്ള ആ സ്ഥലത്തിന്റെ പേര്, കുമ്പനാട് പള്ളി, അല്ല നമ്മുടെ കോഴഞ്ചേരി പള്ളിയിൽ നിന്നും, പിന്നെ മാരാണ്ട് പള്ളിയിൽ നിന്നും, ചെറുകോൽ പള്ളിയിൽ നിന്നും ഒക്കെ പറഞ്ഞിങ്ങനെ പല പ്രാദേശിക പേരുകളിലും അവിടെ വരുന്നുണ്ട്. എന്നാൽ എല്ലാവർക്കും വലിയ ആ ഒരു ഫോബിയ വിട്ടുമാറുന്നില്ല സെയിന്റ് മേരി എന്ന് പറയാൻ. അതെന്താണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കുർബാനയിലെല്ലാം കൃത്യമായി പരിശുദ്ധ അമ്മയെ ഓർക്കുന്നുണ്ട്. കൃത്യമായി എന്തുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഓർക്കുന്നു എന്ന് പലർക്കും അറിയാൻ ചെയ്യാം. പക്ഷേ ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പ്രസംഗം തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പുസ്തകം എടുത്തു അസൽ വെസ്റ്റേൺ തിയോളജി തന്നെ പ്രസംഗിക്കുന്നു. അവിടെ അസൽ വെസ്റ്റേൺ തിയോളജി തന്നെയാണ് പ്രസംഗിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മയെ അങ്ങനെ ചിന്തിക്കുവാൻ കഴിയാത്തവരോടൊരു ചോദ്യം, അവരോട് മാത്രമാണ് കേട്ടോ. നമ്മൾ കൗമാ ചൊല്ലുമ്പോൾ പിതാവിനും പുത്രനും പരിശുദ്ധനും സ്തുതി ആദ്യം എന്നേക്കും തന്നെ ആമീൻ. കുഴപ്പമില്ല. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്നെ ഓർത്തുകൊണ്ട് നിർമ്മിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉന്നതങ്ങളിൽ സ്തുതി. കുഴപ്പമില്ല. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. കുഴപ്പമില്ല. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. ആർക്കും പറയാം. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ആർക്കും പറയാം. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് പറയുവാൻ നിങ്ങൾക്ക് കഴിയത്തില്ല. പ്രൊട്ടസ്റ്റന്റ് തിയോളജി പിടിച്ചുകൊണ്ട് പൗരോഹിത്യ സഭകളിൽ പട്ടത്തെ സഭകളിൽ നിൽക്കുന്നവ ആരാണേലും, അത് പുരോഹിതനാണേലും ജനമാണേലും ആരുടെ ആണേലും അവരുടെ കാര്യമാണ് പറയുന്നത്. കാരണം എഫേസോസ് ഉന്നഹദോസ് കൂടുന്നത് ഇങ്ങനെ ഒരു വിഷയത്തെ ചർച്ച ചെയ്യുവാനായിരുന്നു. നെസ്തോറിയന്റെ കാര്യം കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞതാണ്. നെസ്തോറിയൻ കൊണ്ടുവന്ന ഒരു ആശയം പറഞ്ഞു, ഒരു ചിന്ത കൊണ്ടുവന്നു, ഒരു പാഷാണ്ഡത കൊണ്ടുവന്നു. യേശു ക്രിസ്തു മനുഷ്യൻ മാത്രമാണ്, ദൈവത്തിന് ക്രൂശിൽ മരിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ മറിയയുടെ കയ്യിലിരുന്നത്, പരിശുദ്ധ അമ്മ മറിയയുടെ കയ്യിലിരുന്നത് വെറും മനുഷ്യനാണ്. അതുകൊണ്ട് മറിയ ഒരു മൊട്ടത്തോടാണ്. പരിപാടി കഴിഞ്ഞു പോയി, മറിയയ്ക്ക് യാതൊരു പ്രാധാന്യവുമില്ല എന്നൊക്കെയുള്ളതായ ചിന്ത കൊണ്ടുവന്നത് നെസ്തോറിയനാണ്. അങ്ങനെ നെസ്തോറിയൻ ചിന്തയുമായി പൊരുത്തപ്പെട്ടു പോവുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ കന്യാമറിയാം തിയോട്ടോക്കോസ് അല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ എന്ന് ചൊല്ലാൻ അനുവാദമില്ല. നിങ്ങൾ എങ്ങനെ ചൊല്ലും? കാരണം പ്രൊട്ടസ്റ്റന്റ് തിയോളജി പ്രകാരം അവർ ഈ നെസ്തോറിയം പറഞ്ഞത് തന്നെയാണ് അവരും പറയുന്നത്. നെസ്തോറിയം പറഞ്ഞത് തന്നെയാണ് പ്രൊട്ടസ്റ്റന്റ് സഭകളും പറയുന്നത്. കാൽവറി ക്രൂശിന്മേൽ യേശു എന്ന് പറയുന്ന മനുഷ്യനാണ് മരിച്ചത്, ദൈവത്തിന് മരിക്കാനായിട്ട് കഴിയത്തില്ല എന്നൊക്കെയുള്ള വളരെ വിചിത്രമായിട്ടുള്ള കുറച്ച് തിയറികളും ഒക്കെ ആയിട്ടാണ് അവിടെ വരുന്നത്.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാനെ എന്ന് പറയുമ്പോൾ യേശുവാണോ മരിച്ചത്? യേശുവാണോ കാൽവരി ക്രൂശിന്മേൽ തൂങ്ങിയത്? ആ സമയത്ത് അവന് ദൈവത്വം ഉണ്ടായിരുന്നോ എന്ന് പറയുവാൻ മുഴുവൻ പട്ടക്കാരും ബാധ്യസ്ഥരാണ്. പരിശുദ്ധ കന്യാമറിയാമെന്ന് പറയുമ്പോൾ വൈക്ലഭ്യം തോന്നുന്ന സകല പട്ടക്കാരും അതിന് ആൻസറബിൾ ആണ്. നിങ്ങൾ പറഞ്ഞേ മതിയാകൂ. പരിശുദ്ധ കന്യാമറിയാമിനെ തിയോട്ടോക്കോസ് എന്ന് അംഗീകരിക്കാൻ കഴിയാത്ത ഒരു പട്ടക്കാർക്കും ഒരു വിശ്വാസിക്കും ഏത് സഭയായിക്കൊള്ളട്ടെ നിങ്ങൾക്ക് കൗമ ചൊല്ലാൻ അനുവാദമില്ല. കൗമ ചൊല്ലിക്കോ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട മശിഹാ തമ്പുരാൻ എന്ന ഭാഗം ഒഴിവാക്കിയിട്ട് ചൊല്ലിക്കോണം. ഞാൻ ആയിരിക്കുന്ന എൻ്റെ സഭയിൽ ഞാൻ ഞങ്ങളുടെ സൺഡേ സ്കൂൾ ഉള്ളിൽ യുവപ്പ് എന്ന് പറയുന്ന ഭാഗം വരെ പഠിച്ചിട്ട് ഇറങ്ങിയതായ ഒരാളാണ്. എന്നെ പോലെ തന്നെ പഠിച്ചിറങ്ങിയ പല എൻ്റെ സുഹൃത്തുക്കളും മർത്തവക്കാരായ സുഹൃത്തുക്കൾ ഇപ്പൊ ഇത് കാണുന്നുണ്ട്. നിങ്ങളോടൊരൊറ്റ ചോദ്യം, എന്താണ് നിങ്ങളുടെ ലിറ്റർജി എന്ന് നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് ഒരു ആൻസർ പറഞ്ഞു. ഇത്രയും കാലം നിങ്ങൾ സൺഡേ സ്കൂൾ പഠിച്ചിട്ട് ഇന്ന് വരെ നിങ്ങളുടെ ലിറ്റർജി എന്തുവാ നിങ്ങൾക്ക് മനസ്സിലായോ? എന്റെ ചിന്തയില് അത് പഠിപ്പിക്കുന്നവർക്ക് പോലും മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത്രയും കൺഫ്യൂഷൻ ഉള്ളതായ ഒരു ലിറ്റർജി കൃത്യമായിരുന്നു. എന്നാൽ ചില ഇടപെടൽ ഇതിനകത്ത് സംഭവിച്ചു. അതിന്റെ വ്യാഖ്യാനങ്ങളിന്മേൽ ഇതിന്റെ അടിസ്ഥാനം, നമ്മുടെ അടിസ്ഥാനം തെറ്റിപ്പോകുന്നത് എവിടാ? എനിക്ക് തുറന്നു പറഞ്ഞിട്ട് തന്നെ കാര്യം. നമ്മുടെ അടിസ്ഥാനം തെറ്റിപ്പോകുന്നത് എവിടാ? പോയത് എവിടെയാ? എന്ന് നമ്മുടെ സഭയിൽ ആംഗ്ലിക്കൻ പ്രേമം കേറിയോ അന്ന് മുതൽ ആണ് നമ്മുടെ സഭയ്ക്ക് ഈ ലിറ്റർജിയുമേ നാശം ഉണ്ടായത്. എനിക്ക് അന്നത്തെ CNI ഇപ്പോ അത് CSI എന്നറിയപ്പെടുന്നു. ആ CSI സഭയക്കാരോട് എനിക്ക് ബഹുമാനമാണുള്ളത്. കാരണം ഞാൻ പെന്തക്കോസ്തിലൂടെ യാത്ര ചെയ്തിട്ടുള്ള ഒരാളാണ്. അവിടെ നിന്നും ഒരൊറ്റ CSIക്കാരനെ ഞാൻ കണ്ടെത്തിയില്ല. ഇപ്പൊ ചിലരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അവരൊരു നല്ല സമൂഹമായി അവരുടെ ലിറ്റർജിയിൽ അടിയുറച്ച് അവരുടെ ജനങ്ങളെ കൃത്യമായി പഠിപ്പിച്ച് അതിനകത്ത് നിർത്തുവാൻ അവർക്ക് കഴിഞ്ഞെങ്കിൽ അവർ മിടുക്കന്മാരാണ്. അവരുടെ വാതുക്ക പോയി നിന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ലിറ്റർജി എനിക്ക് തരണം, നിങ്ങളുടെ ലിറ്റർജി ഞങ്ങൾക്ക് വേണം, നിങ്ങളുടെ ലിറ്റർജി ഞങ്ങൾ ഇങ്ങ് എടുക്കുക, എന്തോന്ന്? നമ്മുടെ സഭാപിതാക്കന്മാർ 1-ാം നൂറ്റാണ്ട് മുതൽ കൃത്യമായി എഴുതി തന്നിട്ടുള്ള ഒന്നാന്തര ലിറ്റർജി ഇവിടെ ഇരിക്കുമ്പോ ആംഗ്ലിക്കന്റെ ഉച്ചിഷ്ടവും അവശിഷ്ടവും പോയി എരന്ന് മേടിച്ചുകൊണ്ട് വന്ന് ഇതിനകത്ത് കൊണ്ടുവന്ന് മിക്സ് ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആംഗ്ലിക്കന്റെ അവശിഷ്ടം പേറേണ്ട അവസ്ഥ നമ്മൾ മർദ്ദവ സഭ അംഗങ്ങൾക്കില്ല. കാരണം നമുക്ക് കൃത്യമായ അസ്തിത്വമുള്ളവരാണ്, വളരെ കൃത്യമായ അസ്തിത്വമുണ്ട് നമുക്ക്. ഈ ആംഗ്ലിക്കൻ പ്രേമം നിർത്തണം. രണ്ട് പടിയിൽ അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങ് പ്രേമത്തോടെ പ്രേമമാണ്. എപ്പോഴും അടി അടി അങ്ങ് പ്രേമമാണ്. കെട്ടുവോ അതുമില്ല, പിടിച്ചിറക്കിക്കൊണ്ട് പോവോ അതുമില്ല. അങ്ങ് പ്രേമത്തോടെ പ്രേമമാണ്. അവരുടെ അസ്തിത്വം ആ നിലയിൽ അവർക്കുണ്ട്. അവരവിടെ നിന്നോട്ടെ. സഭകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഐക്യം വേണം. സഭകൾ എക്യുമെനിക്കൽ നിലയിൽ വളരണം. അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണം വേണം.
ഇതെല്ലാം വേണം. പക്ഷെ എന്നും കണ്ട് അവർക്ക് അവരുടേതായ അസ്തിത്വം, അവരുടെ ലിറ്റർജി വേറെ, നമ്മുടെ ലിറ്റർജി വേറെ. എന്തിനെല്ലാം കൂടെ പിടിച്ച് ഇങ്ങോട്ട് കയറ്റുന്നു? അവരുടെ ലിറ്റർജിയിൽ അവർ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് അവരുടെ ആളുകൾ അവരിന്മേൽ തന്നെ നിൽക്കുന്നത്. നമ്മുടെ സ്വന്തം ലിറ്റർജിയിൽ നാം വെള്ളം ചേർക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ ആളുകൾ നമ്മുടെ ഇടയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത്. നമ്മുടെ ഒരു സുഹൃത്ത് ഇന്നലെ ആയിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, 2 നിലയിലാണ് മാർത്തോമ സഭ മാൻ പവർ സപ്ലൈ ആയിട്ട് ഇരിക്കുന്നത്. ഒന്ന് പെന്തക്കോസിലേക്കുള്ള മാൻ പവർ സപ്ലൈ, 2 ഓർത്തഡോക്സിലോട്ടുള്ള പെണ്ണിന്റെ സപ്ലൈ. എനിക്ക് തോന്നുന്നു ഓർത്തഡോക്സിൽ പെൺപിള്ളേർ കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ട് മാർത്തോമക്കാർ പെൺപിള്ളേരെയാണ് അവിടെ ഏറ്റവും കൂടുതൽ കെട്ടിച്ചു വിടുന്നത്. ഇങ്ങനെ ഈ സപ്ലൈ ഒന്ന് നിർത്തണം. അത് നിർത്തണമെന്നുണ്ടെങ്കിൽ കൃത്യമായി നമ്മുടെ അസ്തിത്വത്തിൽ നാം ഉറച്ചു നിൽക്കണം. നവീകരണ പിതാക്കന്മാർ മനസാ വാച കർമ്മണ ചിന്തിക്കാത്തതായ കാര്യങ്ങളാണ് നവീകരണം എന്നുള്ള പേരിൽ ഇന്ന് പലരും പ്രസംഗിക്കുന്നത്, എടുത്തു പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നത്. നവീകരണ കർത്താക്കൾ മനസാ വാച ഒരിക്കലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ്. ഇന്ന് ദാനിയേൽ സാറിന്റെ പ്രശ്നം വന്നപ്പോൾ ഒരു സമിതിയെ വെച്ചു. എന്നിട്ട് സമിതി അങ്ങ് തീരുമാനിച്ചു നവീകരണം, ഒരു 10 കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് പറഞ്ഞു ഇതായിരുന്നു നവീകരണമെന്ന്. അതിനെപ്പറ്റി നമ്മൾ പുറകെ ചിന്തിക്കുന്നുണ്ട്. ഇതാണോ നവീകരണം? ഉള്ളതെല്ലാം എടുത്തു കളഞ്ഞ്, സ്വന്തം അസ്തിത്വം തന്നെ എടുത്തു കളഞ്ഞ്, ആംഗ്ലിക്കന്റെ വടക്കേപ്പുറത്ത് പോയി കിടക്കുന്ന ആ നിലവാരം ഒന്ന് വിട്. ആംഗ്ലിക്കൻ പറഞ്ഞതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പാണ് ഈ പറയപ്പെടുന്ന പെന്തക്കോസ്ത് സഭകൾ പറയുന്നത്. ജനങ്ങളെ ആ നിലയിലേക്ക് പഠിപ്പിച്ചു വെച്ചിട്ട് ഇതിന്റെ ബാക്കി പെന്തക്കോസ്തുകാരിൽ നിന്ന് കേൾക്കുമ്പോൾ ഇതെല്ലാം മോശമാണെന്ന് പറഞ്ഞ് ജനമെല്ലാം അങ്ങോട്ട് ചാടുന്നു. നിങ്ങൾ പെന്തക്കോസ്തിൽ ചെന്ന് നോക്കുക, അതിനകത്ത് 80% ആൾക്കാർ മാർത്തോമക്കാരാണ്. എന്തുകൊണ്ട്? നമ്മുടെ ലിറ്റർജി ഇതല്ല. പ്രൊട്ടസ്റ്റന്റ് തിയോളജി അല്ല നമ്മുടെ തിയോളജി. അത് പ്രസംഗിക്കരുത്, അത് പാഷാണ്ഡതയാണ്. നമ്മുടെ കൗൺസിലുകൾ കൂടി നിക്യാസുന്നഗദോസിലും കുസ്തന്തിനോസ് പോലീസിലും എഫേസോസിലും വെച്ച് കൂടിയതായ കൗൺസിലുകൾ തള്ളിക്കളഞ്ഞ പാഷാണ്ഡതയാണ് ഇന്ന് ഈ ആളുകൾ പ്രസംഗിക്കുന്നത്. അതിനെ പൊക്കിയെടുത്ത് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? എങ്കിൽ നമ്മുടെ സഭയുടെ പേര് നമുക്ക് മാറ്റാം. മലങ്കര മാർത്തോമ സുറിയാനി എന്നുള്ളത് മാറ്റി മലങ്കര മാർത്തോമ നെസ്തോറിയൻ സഭ എന്ന് പേരിടാം നമുക്ക്. കാരണം പല ആശയങ്ങളും ഇന്ന് നമ്മുടെ പട്ടക്കാർ പ്രസംഗിക്കുന്ന പല ആശയങ്ങളും നെസ്തോറിയനിസ്റ്റ് ആശയങ്ങളാണ്. നമ്മുടെ ഉപദേശിമാരുടെ പല പ്രസംഗങ്ങളും ഞാൻ യൂട്യൂബിൽ കണ്ടു. പെന്തക്കോസ്തുകാരുടെ പുസ്തകങ്ങൾ മേടിച്ചു വെച്ച് അവരുടെ എസ്കറ്റോളജിയാണ് ഈ പ്രസംഗിച്ചു കൂട്ടുന്നത് മുഴുവൻ. കർത്താവ് വരും, മേളിൽ ഇങ്ങനെ വരും, എല്ലാവരും കൂടെ തുണിയില്ലാതെ മേളിൽ പോയി നിൽക്കും. അത് കഴിഞ്ഞോണ്ടേ ഭൂമിയിൽ ഒരു പുള്ളിക്കാരൻ വന്ന് ആ പാടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അത് കഴിഞ്ഞ് 1000 ആണ്ട് നമ്മൾ വാഴും. പാഷാണ്ഡതയാണിതെല്ലാം. ഇനി ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കാം. ഗമാലിയേൽ ഒരിക്കൽ പറഞ്ഞൊരു കാര്യം, ഇത് ദൈവീയമാണെങ്കിൽ നിലനിൽക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് പൊളിഞ്ഞു പോകും. ദൈവത്താൽ തുടങ്ങപ്പെട്ടതായ ഒരു കാര്യം ഇന്നു വരെ തകർന്നു പോയിട്ടില്ല. ദൈവത്താൽ തുടങ്ങപ്പെട്ടതായ ഒരു കാര്യവും ഇന്നു വരെ തകർന്ന് തരിപ്പണമായി പോയിട്ടില്ല. അങ്ങനെയെങ്കിൽ 1500 വർഷം സഭയ്ക്ക് ഒരു കുഴപ്പമില്ലാതെ പോയി. മാർട്ടിൻ ലൂതറിനിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ട് തുടങ്ങിയതായ സഭകളെല്ലാം എന്തിയെ ഇന്ന്? എന്തിയെ ആംഗ്ലിക്കൻ സഭ? കേരളത്തിൽ അവര് നല്ലപോലെ നിലനിൽക്കുന്നു. എന്തിയെ ലൂതറൻ സഭ? എന്തിയെ മെത്തഡിസ്റ്റ് സഭ? എന്തിയെ ബാപ്റ്റിസ്റ്റ് സഭ?
ഇന്നലെ ഞാനൊരു ലോങ് ട്രിപ്പിന് പോയി. അവിടെയും കണ്ടു, പോയ വഴിക്കെല്ലാം കണ്ടു ഒരു 4-5 ലൂതറൻ സഭകളും ബാപ്റ്റിസ്റ്റ് സഭകളും മെത്തഡിസ്റ്റ് സഭകളും ഒക്കെ ഫോർ സൈൽ ബോർഡ് വെച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നത്. എന്നാൽ ഉണ്ടായ കാലം മുതൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഭയാണ് സുറിയാനി സഭ. രാജാക്കന്മാർ വന്ന് പീഡിപ്പിച്ചു, നേതാക്കന്മാർ വന്ന് പീഡിപ്പിച്ചു, ജനസമൂഹങ്ങൾ വന്ന് പീഡിപ്പിച്ചു, പലതരത്തിൽ കൊലവിളിച്ചു, ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് ആളുകളെ രക്തസാക്ഷികളാക്കി തീർത്തു. ആ സഭ ഇന്നും തേജസ്സോടെ നിൽക്കുന്നതിന്റെ കാരണം അത് ദൈവത്താൽ തുടങ്ങപ്പെട്ടു എന്നുള്ളതാണ്. എന്നാൽ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന കലാപകാരി തുടങ്ങിവിട്ടത് അത് ഭൂമിയിൽ മേൽ തീയിടുകയായിരുന്നു. മനുഷ്യ മനസാക്ഷിയിന്മേൽ, മനുഷ്യന്റെ വിശ്വാസത്തിന്മേൽ തീയിടുകയായിരുന്നു അയാൾ ചെയ്തത്. അയാൾ ഛർദിച്ചു വെച്ച ഛർദിന് വാരി തിന്നുന്ന മലങ്കരയിലെ നസ്രാണികളെ, നിങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. മലങ്കര സഭാ നേതൃത്വങ്ങളെ, നിങ്ങളെ ഓർത്ത് ഞാൻ ലജ്ജിക്കുന്നു. ഐ ഷെയിം ഓൺ യു ഗൈസ്. എന്നിട്ട് എന്താ ഇതൊന്നും നിലനിൽക്കാതെ പോയത്? യൂറോപ്പിനെ മുഴുവൻ നിരീശ്വരവാദിയാക്കി കളഞ്ഞില്ലയോ? ഈ മാർട്ടിൻ ലൂതറിനെ ഞാന് വിശേഷിപ്പിക്കുന്നത് ആധുനിക യുക്തിവാദത്തിന്റെ പിതാവ് എന്നാണ്. ആധുനിക യുക്തിവാദത്തിന്റെ കാരണം ഇദ്ദേഹം ഇത് തുടങ്ങി വെച്ചു. ഇദ്ദേഹം ഇതങ്ങോട്ട് തുടങ്ങിയിട്ട് എല്ലാവരും കൂടെ കുറെ ഒരു സമൂഹം ഇയാളെ പുറകെ ഇറങ്ങി തിരിച്ചു. ഭയങ്കര കൊട്ടും പാട്ടും ബഹളമൊക്കെ ആയി. ആൾക്കാരെല്ലാം ഇയാളുടെ പുറകെ ഇറങ്ങി തിരിച്ചു. രാജ്യങ്ങൾ മുഴുവൻ അവർ കടമുഴകുന്ന നിലയിൽ മുഴുവൻ ചില രാജ്യങ്ങളൊക്കെ ഇനി ക്രിസ്ത്യൻ രാഷ്ട്രങ്ങളായി അങ്ങ് തീരുകയായിരുന്നു. പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങളായി തീരുകയായിരുന്നു. എന്നാൽ അടുത്ത തലമുറ വന്നപ്പോ അവരെല്ലാം പറഞ്ഞത്, കർത്താവ് തോണ്ട വരുന്നു, വേണ്ട വരുന്നു, തോണ്ട വരുന്നു, ആകാശമേളിൽ കൂടെ തലയും കുത്തി വരുന്നു. എല്ലാരും കൂടെ കൈയും കൊട്ടി ഹല്ലേലൂയ ഗ്ലോറിയും പറഞ്ഞുകൊണ്ടിരുന്നു. അതാവൊന്നും വന്നില്ല. ആ തലമുറ കഴിഞ്ഞു, അടുത്ത തലമുറ കഴിഞ്ഞു. മൂന്നാമത്തെ തലമുറ വന്നപ്പോൾ തിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങി, ഇതൊക്കെ ശരിയാണോ? നാലാമത്തെ തലമുറ വന്നു കഴിഞ്ഞപ്പോൾ, 4-5 തലമുറ വന്നപ്പോൾ അവരെല്ലാം യുക്തിവാദത്തിലേക്ക് മാറി. കാരണം അവരുടെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി കൊടുക്കുവാൻ ബൈബിളിന് കഴിയത്തില്ല. ഏതെങ്കിലും പാസ്റ്റർ എടുക്ക ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെന്തെങ്കിലും ഒക്കെ മുട്ടാത്തർക്കം മറുപടി പറഞ്ഞിരിക്കും. എന്നാൽ യുക്തിസഹമായ ഒരു മറുപടി അത് പറയേണ്ടത് ലിറ്റർജിയിൽ നിന്നാണ്. സഭ എന്ന് പറയുന്നത് മിസ്റ്റിസിസത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ്. ഇത് എവർ മിസ്റ്റിസിസത്തിൽ നിന്നൊക്കെ പുറകോട്ട് മാറി എവർ ബുദ്ധി കൊണ്ടും വരികൾക്കിടയിലൂടെയും കർത്താവിനെ കാണുവാൻ ശ്രമിച്ചതാണ് എവർക്ക് പറ്റിയ പരാജയം. ഇന്ന് കാണുന്ന സകല യുക്തിവാദത്തിന്റെയും മൂലക്കല്ല് ഈ മാർട്ടിൻ ലൂതർ എന്ന് പറയുന്ന കലാപകാരി തന്നെയാണ്. ഇയാളെ വിട്ടുപോകേണ്ടതായ സമയം അതിക്രമിച്ചു. ഇവരോടുള്ള പ്രേമം നമുക്ക് അവസാനിപ്പിക്കേണ്ട സമയം കഴിഞ്ഞു. ഇവർ നമുക്ക് വേണ്ട. എന്തിന്? നമുക്ക് വളരെ സമ്പന്നമായ ഒരു ലിറ്റർജി നമ്മുടെ പിതാക്കന്മാർ എഴുതി തന്നിട്ടുണ്ട്. അത് ഇന്നലെ വന്ന 1500 വർഷം കഴിഞ്ഞിട്ടുണ്ടായതല്ല. 1-ാം നൂറ്റാണ്ട് മുതൽ നമുക്കുണ്ടാക്കി തന്നിരിക്കുന്ന നമ്മുടെ ലിറ്റർജി ഉണ്ട്. ബൈബിൾ വെച്ചല്ല സഭയുണ്ടായത്. സഭയുണ്ടായതിനു ശേഷമാണ് ഈ പറയപ്പെടുന്ന ഇവർ പറയുന്ന ബൈബിൾ ഉണ്ടായിരിക്കുന്നത്. അത് സഭയുടെ ഒരു പുസ്തകം മാത്രമാണ്. പ്രൊട്ടസ്റ്റന്റ് ഞങ്ങളുടെ അസ്തിത്വം കാണിക്കാൻ ഒന്നുമില്ലാഞ്ഞതിന് ഇവർ ഈ ബൈബിളിനെ അധികമായിട്ട് പൊക്കി കാണിക്കുന്നതാണ്. അതിനകത്താരും വീണു പോകരുത്. നിങ്ങൾ നിങ്ങളുടെ മാതൃസഭകളിലേക്ക് മടങ്ങ്. നിങ്ങൾ അപ്പോസ്തോലിക സഭകളുടെ ഭാഗമായി നിൽക്കുന്നതിൽ അഭിമാനം കൊള്ള്.
അതിനകത്ത് അഭിമാനം കൊള്ളാതിരിക്കുന്നിടത്തോളം കാലം നിങ്ങള്, ഞാൻ ഒന്നാം തരം പേര് വിളിക്കാം, ഒരു പരാജയപ്പെട്ടവനാണ്. ആരോടും മിണ്ടാതെ ശ്വാസം അടക്കി പിടിച്ചും സമൂഹ ജീവിതം ഇല്ലാതെയും നിൽക്കുന്ന രീതി അല്ല ആത്മീയ ജീവിതം എന്ന് പറയുന്നത്. അത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന്, സഹജീവികളോട് ഇണങ്ങിച്ചേർന്ന്, സഹജീവികളെ സ്നേഹിച്ച് മുന്നേറുന്നതാണ്. ഐസൊലേറ്റ് ചെയ്യപ്പെട്ടതായ ഒരു ജീവിതം നയിക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം. Yeah.